ഇരിക്കൂ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കി. ഇന്ന് തന്നെ ആ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിനായി തിരികെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ശ്രമിക്കുമെന്ന് ആ CI പറഞ്ഞത്. കോടതിയിൽ ഹാജരാക്കുന്നതോടെ ഈ വിവരം പുറം ലോകം അറിയും. മാധ്യമങ്ങൾ ഇതൊരു വലിയ ഇഷ്യൂ ആക്കും. ചിലപ്പോ ഈ കോളേജും നന്ദഗോപനും ഒക്കെ ചർച്ചാ വിഷയമാകാനും സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാനത് CIയോട് സംസാരിച്ചു. എന്ത് പ്രൊട്ടക്ഷൻ തരാനും അവര് തയ്യാറാണ്. കോളേജിന് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഫാദർ ചോദിച്ചു വാങ്ങിച്ചോളൂ. എനിക്കേതായാലും വേണ്ട. അറിയാലോ, ശത്രുവായിട്ട് ഒരാളെ മുദ്ര കുത്തിയ പിന്നീട് അവർക്കൊരു വീണ്ടും വിചാരം ഉണ്ടായെന്ന് വരില്ല. നന്ദഗോപൻ സൂക്ഷിക്കണം. ശരി ഫാദർ, ഞാൻ വരാം. എന്താ കുത്തിയിരുന്ന് ആലോചിക്കുന്നേ? ഓർക്കൊന്നും വരുന്നില്ലേ? എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? ആ ഫോണെടുത്ത് അവളുടെ അടുത്ത് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് സൂത്രേ, അതായിട്ട് ഒരു മനസമാനങ്ങൾ ഉണ്ടാവണ്ട. എന്തിനാപ്പോ? നന്ദന്റെയും കൂടെ ഉറക്കം കളയാനോ? TV ന്യൂസിലൊക്കെ നന്ദേട്ടന്റെ പേര് പറയുന്നത് കേട്ടില്ലേ അമ്മേ? അതിനെന്താ, അവൻ ചെയ്ത് മോശം കാര്യമൊന്നും അല്ലല്ലോ, നല്ല കാര്യല്ലേ? അച്ഛനത് പറയാം. ആ കുട്ടിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് നന്ദേട്ടനാണെന്ന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അവരുടെ കൂട്ടത്തിലുള്ളവര് ഇനി അടങ്ങിയിരിക്കോ? ഇനി പോരാ, നന്ദേട്ടനോട് ഞാൻ ആവുന്നത് പറഞ്ഞു. കേക്കണ്ടേ? പേടിച്ചോടിപ്പോരാൻ അവനെന്താ കൊച്ചുകുട്ടിയാ? നിനക്കറിയോ, പണ്ട് 1949 വേണ്ട, അച്ഛന്റെ വീരസാഹസ കഥകളൊന്നും ഇപ്പൊ എനിക്ക് കേക്കണ്ട. ഇത്തവണ നന്ദേട്ട ഇവിടുന്ന് പോയപ്പോഴേ ഓരോരോ ദുശകനങ്ങൾ കണ്ടതാ. അതെങ്ങനെ ഇതൊക്കെ പറഞ്ഞ ഇവിടെ ആർക്കെങ്കിലും വിശ്വാസം വരുമോ? ആ ബാഗ് പോയെങ്കിൽ പോട്ടേന്ന് കരുതിയാ മതിയായിരുന്നു. അതെങ്ങനെ? ഈ അച്ഛന്റെ അല്ലേ മോൻ? എടുത്തു ചാടി ഓരോന്ന് ചെയ്യും. ബാക്കിയുള്ളവരുടെ വിഷമം ആർക്കെങ്കിലും അറിയണം. ഓ, അങ്ങനെയെങ്കിലും നീ അവനെ കുറ്റം പറഞ്ഞു കേട്ടല്ലോ. ആ സുമിത്രേ, നീ ആ ഡ്രൈവറെ വിളിച്ച് വരാൻ പറ. ഇപ്പൊ പുറപ്പെട്ടാൽ നാളെ ഒരു നേരമാകുമ്പോഴേക്കും അവന്റെ അടുത്തെത്താം. ഇനിയിപ്പൊ അതേ നിർത്തിയുള്ളൂ. ഈ പാതിരക്ക് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു പോയി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? നേരം വിളിക്കട്ടെ, അവനോട് ഇങ്ങോട്ട് പോരാൻ ഞാൻ വിളിച്ചു പറയാം. അതിപ്പോ നീ പറയുന്നതിനേക്കാൾ നല്ലത് ഇവള് തന്നെ പറയുന്നല്ലേ. ദയവേത് രണ്ടുപേരും കൂടെ ശല്യപ്പെടുത്താതെ ഒന്ന് എഴുന്നേറ്റ് പോയി തരാമോ? ഒന്നോട്ട് നടക്കത്തൂല്ല, വെറുതെ ഓരോന്ന് പറയുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ ഉണ്ണി ഇങ്ങനെയാ. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് വെറുതെ ഇവിടെ ആശിപ്പിച്ചത്? നിനക്കിപ്പോ പോണോ പാർവതി? എനിക്കിപ്പോ എവിടെയും പോണ്ട. നീ ഇങ്ങ് പോരേ സുമിത്രേ, അല്ലെങ്കിൽ ദേഷ്യവും സങ്കടവും മുഴുവൻ നിന്നോട് തീർക്കും. നീ പേടിക്കാതെ കിടന്നുറങ്ങുമോളെ, ഒന്നും ഉണ്ടാവില്ല. എന്തായാലും നാളെ നേരം പുലരട്ടെ.